ഹലോ ഗായ്സ്, എല്ലാവർക്കും റൂട്ട് സ്റ്റോറീസ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മാംഗ്ലൂർ പോകുന്നുണ്ട്. ഓക്കെ, ബന്ദിയോട് കഴിഞ്ഞ് ഉപ്പിലെത്താറായി. ടോളിലേക്ക് എത്തിയേക്കുന്നത് ഗൈസ്, പക്ഷെ നല്ല ബ്ലോക്കാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ടോളാൻ്റെ എങ്ങനെയാ ഫാസ്ടാഗ് വർക്ക് ചെയ്യുന്നില്ലേ? എന്തെങ്ങനെയാ? ഹൗ കം ദിസ്? നല്ല എജാതി തിരക്കുന്നറിയോ? കുറേ ബാക്കുന്നുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ചെറുതായിട്ട് വെയിലും മഴയും, കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ മഴ പാട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ഓടിക്കുകയായിരുന്നു ഞാൻ. അതാണ് പ്രത്യേകത നിറഞ്ഞ കല്യാണമാണെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, കാസർഗോഡ് അങ്ങനെയാണ് പറയാറ്, വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണം. കാസർഗോഡ് മാത്രമല്ല, എനിക്കൊന്ന് കേരളത്തിൽ അങ്ങനെ പറയാറുണ്ടെന്നാണ് തോന്നുന്നത്. ബാംഗ്ലൂരിൻ്റെ റോഡിൻ്റെ ഇത് അവസ്ഥ നോക്കി, എന്താ ഭംഗിയല്ലേ. കോൺക്രീറ്റാണ് കേട്ടോ, ഇത് താറല്ല, കോൺക്രീറ്റ്. അതും എജാതി വർക്ക് എന്നറിയാം. എജാതി കട്ടിയിൽ തിക്നെസ്സിലാണ് കോൺക്രീറ്റ് വർക്കൊക്കെ ചെയ്യുന്നത് ഇവിടെ. നമ്മുടെ കേരളത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം തട്ടിപ്പിലാണ് ഉള്ളത്. ഇവിടെ അതുണ്ട്, പക്ഷെ റോഡ് താറിങ്ങും അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക, ഈ കോൺക്രീറ്റെല്ലാം ചെയ്യുന്ന കാര്യത്തിൽ ഇവർ തട്ടിപ്പൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? എവിടുന്നെങ്കിലും ചായ കുടിക്കണമല്ലോ ഇപ്പോൾ. എവിടുന്ന് കുടിക്കും? എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്. 5 to 10 minutes റെസ്റ്റ് എടുത്താൽ മതി. ഒരു ടീ ബ്രേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. എവിടെയെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഏത് വഴി കഴിഞ്ഞാൽ ഈ ബസ് ഇടയ്ക്ക് പോകാം. അതിലാണ് തിരിയേണ്ടത്. ബസ് പാരയാണ്. സാറില്ല, നേരെ പോവാം. എനിക്ക് കാല് വേദനിക്കുന്നു ഗായ്സ്. നമുക്ക് ആ വഴി പോകണം കേട്ടോ. ആ വഴി പോയാൽ കുറച്ച് ഇത്രയേ ഉള്ളൂ, ഒരു 100-300 മീറ്റർ. അപ്പോൾ ഡെക്കാത്തലിലോട്ട് എത്തും, സ്മാർട്ട് ബസാർ. അതായത് പഴയ എന്താ പറയുക, ബിഗ് ബസാർ. അതിപ്പോൾ സ്മാർട്ട് ബസാറായില്ലേ. അതായത് ആദ്യകാലത്ത് മാംഗ്ലൂർ ആദ്യകാലത്ത് വന്നതാണ്. പുറത്ത് വെച്ചാൽ മതിയായിരുന്നു അല്ലേ? പുറത്ത് വെച്ചാൽ മതിയായിരുന്നു. എൻ്റെ ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ? ഓ, കണ്ടമാന ബൈക്കുണ്ടല്ലോ. പാർക്കിംഗ് ഫീ ഉണ്ട് ഇവിടെ. ബൈക്കിന് പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ. എവിടെ വെക്കും? ഒറ്റപ്പെട്ട സ്ഥലത്ത് വെക്കാം അല്ലേ? ഇവിടെ വെച്ചാലോ? ഇതൊരു മാർക്കാക്കി വെക്കാമല്ലോ, മഞ്ഞ ലൈൻ. നമ്മൾ ഭരത് മാളിൽ എത്തിയേക്കാണ് കേട്ടോ. ഈ പേര് എനിക്ക് കിട്ടുന്നുണ്ടായില്ല നേരത്തെ. ഹലോ, ബാർ കേസ് ജാവും ചായ പീനിക്കല്ലേ? ഊപ്പർ മുകളിൽ കൂട്ടിയിട്ട് പോകണമെന്ന്. ചായ കുടിച്ചോട്ടെ ഞാൻ.
അതിനകത്തോട്ട് കയറാൻ പോകും. കാണുന്ന ഓട അവിടെയുള്ള ടീ സ്റ്റാളിലാണ് അവിടെ. അപ്പോൾ അകത്തോട്ട് കയറിട്ട് ഇതാണ് ഭാരത് മാൾ. ഇത് സ്മാർട്ട് ബസാർ, പഴയ ബിഗ് ബസാർ. ഇത് സ്മാർട്ട് ബസാറുള്ള ഏരിയ ആണ്. ഇവിടുന്ന് മുകളിലേക്ക് കയറണം. കാണുന്നതാണ് ഡിക്കത്തലോൺ. റൊമാൻറ്റിക്. ഓ, ഇതിൻ്റെ അകത്തോട്ട് കയറട്ടെ. ഹായ്. അത്യാവശ്യം വലിയ ഒരു ഷോറൂമാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ ബ്രദർ, ഐ നീഡ് സിംഗിൾ ടെൻറ്റ്. Single tent. Blue color also original. ഞാൻ എൻ്റെ ജിമ്മിൻ്റെ ഡംബിൾസും കാര്യങ്ങളെല്ലാം ഇവിടുന്നാണ് കേട്ടോ. ഇവിടുന്നാണ് എടുത്തത്. വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ, ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സാധനം. Yeah, single tent. Single tent we don't have. Double. Single person tent. डबल. डबल मतलब कितना बड़ा? इतना? इसका बोलता है डबल. Yeah, 2% tent. 2% tent. ये कितने का है? 2,500. 2,500. Show me then. You want this piece only? Should I have to show or should I have to show one? You have another one? Yeah, we have. Like, Okay, show me. like one more thing. Like, do you have? Okay. थोड़ा अच्छा क्वालिटी दिखाओ. Yeah, this is good one. ये अच्छा है? अच्छा है. ये खोलो. You can go inside. Really? This bed is separate. Bed is The one separate. is inside, right? Okay, Bed is okay. separate. Okay, okay, okay. ടെൻ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. അതായത് വലിയ കിടന്നുറങ്ങാം, അത്ര തന്നെ. ആരും കാണാതെ ഒരു നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങാം, അത്ര തന്നെ. യു ഹാവ് കളർ മോർ? Yeah, one is in the brown and black. Some kind of green is there, right? green show me that. Same here na? Only thing the top will come in this color, that's all. Only top green. Yeah, okay, it's okay. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് മതിയല്ലോ അല്ലേ, തുടക്കക്കാരന് ഇത് മതിയല്ലോ. It's green. Green, okay. The one I showed, that one. This one is this. Okay. Only the top difference. Top Cost color. coming, how much? Huh? To it?
2499. 2499. Okay. This one is 3% tax. So it is showing 3600. This one is 2499. Okay. This one is also 2499. Okay. तू बोला ये सस्ता वाला. Yeah. ना नोट है गाइस. और इसमें क्या क्या आता है? मुझे टेंट ओके और That's स्लीप only 10. ओके ओनली टेंट. मैं पूछा और Bed. क्या हाँ बेड. No, it won't come. Just You plain. don't have that? You don't have that? We have everything. It's all separate. Okay, show me that. Yeah, that's Yeah, all. yeah. I will come that way. Okay, okay, sure. From here, first it is bed. If you want extra things, this is the bed. One is under there, and these are sleeping bags. Like which and all things you need for the tent. Like that. Like no, not this. योगा करने का मैट है ना. yoga mat you हाँ हाँ. No no no. I don't have. You have. We have Give me. yoga Ah, mats. It's over there in the field. Okay okay. I need that. What is this? These are like silver foil, you know. Ah. So when we wrap our silver foil, we don't get cold. Kind of this one. This is also a silver roll. We lay this upon this we sleep. Okay okay. All right. Kind of a small bed like that to protect more warm. So it will give more heat. All right. How much about this? This one cost 590. 590. Which one will better? Huh? Which one better? Like what kind of trekking you are going? Just inform Yeah, me, like, yeah. Okay. you I'm want YouTuber. one time. I'm YouTuber. Yeah, I got that. You yeah. are a beginner. Yeah, beginner. Yeah, that's why I'm too much confused. Okay. Yeah. I'm going to explain you this. Like, which place you are going for a trek? Camping. I'm from Kerala. I got that. You are talking in Malayalam. That Yes, that. I heard. Yeah. So then I will talk First in of Malayalam. all, Malayalam, sir, sorry. മലയാളം അറിയും. അറിയാം. ഓക്കെ ഫൈൻ. എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടാവും ഗൈസ്. പിന്നെ ഇത് നമ്മളെ നാട് തന്നെയാണ്. ഞാൻ കന്നഡക്കാരാണ്. പക്ഷെ എനിക്ക് മലയാളം അറിയാം. അതെയാ. വാട്ട്സ് നെയിം? പേര്? മൗര്യ. മൗര്യ. വാവ് നൈസ് നെയിം. മൗര്യ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മൗര്യ. ഓക്കെ എവിടെ സ്ഥലം? ഇവിടെ തന്നെ. ഹസൻ. ഹസൻ. ഓക്കെ നഴ്സിംഗ് പഠിച്ച എൻ്റെ പിള്ളേരെല്ലാവരും മലയാളം ഫ്രണ്ട്സ്. ഓക്കെ ഓക്കെ. ആ അങ്ങനെ മലയാളം അറിഞ്ഞു. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ? നമ്മുടെ ഹെൽത്തിനെല്ലാം കുറച്ച് ബെറ്ററാണ്. ഇത് ക്യാരി ചെയ്യാൻ എളുപ്പം അല്ലേ? ഇത് ലൈറ്റ് വെയിറ്റ്. ലൈറ്റ് വെയിറ്റ്. യോഗ മാറ്റ് കുറച്ച് മെറ്റീരിയൽ കുറച്ച് അതിൽ കിടക്കുന്നതാണോ സുഖം ഇതിൽ കിടക്കുന്നതാണോ സുഖം? നമ്മൾ ട്രാവൽ ചെയ്യുന്നല്ലേ, കണ്ടെടുത്ത് പോയി കിടക്കല്ലേ? ട്രാവലിംഗ് കിടക്കണ ഇത് നൈസാണ് അല്ലേ? എക്സസൈസ് ചെയ്യുന്ന അതെ അതെ. അതുകൊണ്ടാണ് ഞാൻ വാംനെസ് കിട്ടുന്നത്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് യോഗ മാറ്റ്. ഓക്കെ ഓക്കെ. ഇത് എത്ര ലെങ്ത് വരും? നമ്മുടെ ഒരു 6 അടി വരുമോ? ഇത് 6 feet. 6 feet. 1.8 meters. അതെയാ? 70.9 inches. ഓക്കെ ഓക്കെ. എല്ലാം മീറ്റർ. ഇത് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. കൃത്യം എനിക്ക് ഗൈസ് അപ്പോൾ ഞാൻ ടെൻറ്റ് ഇതെടുത്തു കേട്ടോ. ഇതിൻ്റെ ഗ്രീൻ ഒരു ചെറുതായിട്ട് ഇതിൽ കുറച്ച് ഒരു ഡാർക്ക് കൂടി എന്നുള്ളൂ. അതവിടെ അതവിടെ കാണുന്ന ആ ഗ്രീൻ. പിന്നെ ഒരു ബെഡ് കിടക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഇസ് ദിസ്? ടെൻറ്റ് ബെഡ്. വാട്ട് ഇസ് ദിസ്? പില്ലോ. ഓക്കെ. ഇത് ഊതുന്ന പില്ലോ കേട്ടോ, കാറ്റ് തുറക്കുന്നത്. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്. ഓക്കെ. ഓർ ക്യാ ആത്താ ഹൈ? എന്തെല്ലാം വരും? കഴിഞ്ഞ ഇത്ര തന്നെ ബസ് അല്ലേ? ഇത് മതി. ഓക്കെ. ഇത് നല്ലതല്ലേ? ബാക്കെല്ലാം ഇങ്ങനെ കഴുത്തിലേക്ക് മൊത്തം കവറാവും. ഇതെടുക്കണം.
പൊടി കയറിയ അറിയില്ല. എങ്ങനെയുണ്ട്? ദിസ് ഈസ് നൈസ്. ഐ തിങ്ക് ദിസ് ഈസ് നൈസ്. ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇത്രയും സാധനം എടുത്ത് ഗൈസ്. ഒന്നുമില്ല, 1 2 3 ഐറ്റംസ്, 3 4 ഐറ്റംസ്. Contact number 95. അപ്പോൾ അതാ സാധനങ്ങൾ ബൈയാക്കി. അപ്പം ഞാൻ പോട്ടെ. ആ ബാഗിൻ്റെ അകത്ത് വെക്കണ കഴിക്കും. ഗൈസ്, പർച്ചേസിങ് കഴിഞ്ഞു. ഓക്കെ, വിടുകയായി. ഇപ്പോൾ വിറ്റതല്ല, ഒരു കോമഡി ഉണ്ട് കേട്ടോ. കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്നത് ബൈക്കിലല്ലേ, സ്കൂട്ടറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്ര സാധനം ഞാൻ പർച്ചേസ് ചെയ്തു. അത് 5 സാധനം. ഓക്കെ, അതെങ്ങനെ ഞാൻ കൊണ്ടുപോകും? എവിടെ വെക്കും? ദാറ്റ് ഈസ് confused. Mailaji Center, Transman. സ്പാർക്കും എല്ലാത്തിലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് ഭാരത് മാളിനകത്തുള്ള അപ്പോൾ ഗൈസ്, ഞാൻ സാധനമെല്ലാം ലഗേജെല്ലാം കെട്ടിയിട്ട് റെഡിയാക്കി. കുറച്ച് പണി പിടിച്ച്. ഇത് ഫസ്റ്റായിട്ട് ഞാൻ കിട്ടുന്നത്. ഇതൊരാൾ എനിക്ക് ഓഫറാക്കിയതാണ് ഈ രസി. അപ്പോൾ ഇത് വെച്ചിട്ടിപ്പോൾ ഞാൻ വാങ്ങിയ ടെൻറ്റും മാറ്റും കടുക്കുന്നത്. തൽക്കാലം അതിങ്ങനെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നിന്നാൽ മതിയായിരുന്നു. ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. നിൽക്കുമോയെന്നറിയില്ല. ഇവിടെയും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. നിന്നാൽ മതിയായിരുന്നു. നിൽക്കുമല്ലോ അല്ലേ? വന്ന പോലെ പോകാൻ പറ്റില്ല. അതിനിപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് പോകേണ്ടി വരും. നോക്കി